ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈസാൻമി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അതിന് വേണ്ടി ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഓട്സ് കൊണ്ട് ഈസി 2 റെസിപ്പികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് എടുക്കുന്നത് 1 കപ്പ് ഓട്സാണ്. 250 ml ഒരു കപ്പ് ഓട്സാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഇനി ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ ചേർക്കാം. ഞാൻ എടുക്കുന്നത് ആട്ടപ്പൊടിയാണ്. 2 കപ്പ് ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 കപ്പ് ഓട്സിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടിയും ചേർക്കാം കേട്ടോ. മൈദപ്പൊടി ആയാലും ആട്ടപ്പൊടി ആയാലും അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ 2 കപ്പ് ആട്ടപ്പൊടി ചേർത്തതിന് ശേഷം ഉപ്പിട്ട് ഇതിലേക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബൂജിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഓട്സും ആട്ടപ്പൊടിയും ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ തലേ ദിവസമായാലും വന്നാലും നമ്മൾ എന്താണ് ഉണ്ടാക്കുകയെന്ന് ചിന്തിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനിടയിൽ അതാ കുറേശ്ശെ ആയിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കുഴച്ചെടുക്കണം. ചുടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ചിലരൊക്കെ പച്ചവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കാറുള്ളത് ചുടുവെള്ളത്തിലാണ് കേട്ടോ. ചുടുവെള്ളത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടൊക്കെ കുറഞ്ഞ ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും എണ്ണ പിടിക്കില്ല കേട്ടോ. ഇതിൻ്റെ ഈ ആട്ടപ്പൊടി മൈദ അതിൻ്റെ കൂടെ റവയും ചേർത്തതുപോലെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ നമ്മുടെ കറിയൊന്നും വേണ്ട, കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പ്രസ്സിൽ പരത്തിയിട്ട് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ചാനലിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഓട്സ് ഇതുപോലെ പൊടിക്കാതെ ഇട്ടത് കൊണ്ട് നമ്മൾ കുഴക്കുമ്പോഴോ പരത്തുമ്പോഴോ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എണ്ണ കുടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായി വന്ന ശേഷം ഇതാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വെറൈറ്റികൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരുപാട് റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരുപാട് സമയം പിടിക്കാതെ എന്ത് സാധനമായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനത്തൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് പണികളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റൊക്കെ ഓട്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ പാലൊക്കെ ചേർത്തിട്ട് നട്സൊക്കെ ഇട്ടിട്ടൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതുപോലെ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറാണ്. ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല എന്ന്. നമ്മുടെ മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും എണ്ണ പിടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ റവപ്പൊടിയൊക്കെ എടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ പിടിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നും. ഇന്ന് ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. രണ്ടാമതായി ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഓട്സ് 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പ് നിറയെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആട്ടപ്പൊടിയോ റവയോ മൈദപ്പൊടിയോ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് റവയാണ് കേട്ടോ. ഈ ഓട്സിലേക്ക് റവയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. തേങ്ങയ്ക്ക് പ്രത്യേക അളവൊന്നുമില്ല. ഞാനിതാ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാനിതിലേക്ക് 1 കപ്പാണ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തത്. പിന്നെ ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു 10-5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. 5-10 മിനിറ്റ് ഇത് മാറ്റി വെക്കുന്നിടയിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കറി തയ്യാറാക്കാം.
അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ചെറിയുള്ളിയോ വലിയുള്ളിയോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഇതിലേക്കൊരു ചെറിയ സവാള ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത ശേഷം ഇത് മിക്സിയിൽ അടിക്കുന്ന അതിൻ്റെ കൂടെ ഇത് ചേർത്തിട്ട് നല്ല പേസ്റ്റ് രീതിയിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഒരുപാട് മിനിറ്റൊന്നും നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ടൈമൊന്നും പോകില്ല. അപ്പോൾ അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉഴുന്നോ അങ്ങനെയൊന്നും ഉലുവൊന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പരുവം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ചേർത്താൽ മതി. പിന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അതായത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ മാവ് അരച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. കാരണം തേങ്ങ, ഓട്സ്, റവ ഇതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓട്സ് കൊണ്ടൊക്കെ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പൂരി ആയാലോ അതുപോലുള്ള അപ്പായാലോ ഒക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കട്ടെ, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ അത് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. ഇതുപോലെ ഓട്സ് ഇല്ലാതെ റവയും ചോറും മാത്രമേ നമുക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. നമ്മുടെ ഓട്ടപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഓട്സ് ചേർത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല കുഴഞ്ഞ് നമുക്ക് ക്രിസ്പി ആണെങ്കിൽ അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ കുട്ടികൾക്ക് ഇതിൻ്റെ മുകളിൽ തേനൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കൊടുക്കാം. കറി ഉണ്ടാക്കിയാൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കറിയാണെങ്കിൽ അങ്ങനെ ചിക്കനോ ബീഫോ മട്ടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ ഓട്സ് കൊണ്ടുള്ള 2 റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് റെസിപ്പിയും വ്ളോഗൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.